നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും. അങ്ങനെ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത കഴിഞ്ഞു. എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ്. വ്യാഴമിതാ അതിചാരത്തിൽ വരികയാണ്. കർക്കിടകൻ രാശിയിലേക്ക്, തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഇതിന് അതിചാരം എന്നാണ് പറയുക. ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അതിചാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു. പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു. വക്രേ വാപ്യഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീചേ വാരിഗൃഹേപി വാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അതിചാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം, ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക. അതിന് പുറമേ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും. അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് ഉള്ളത്. ആ വ്യാഴം ഇനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ 49 ദിനങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ 49 ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, മീനം രാശിക്കാർക്കും. മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ്. 49 ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രേ രത്നസുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത. വളരെ നല്ലൊരു ഫലമാണ്. കർക്കിടകം 5 വ്യാഴൻ്റെ അത്യുച്ച പൊസിഷൻ. അപ്രകാരം മകരം 5 അതിനീച സ്ഥിതിയും. അപ്പം ചാന്ദ്രേ രത്നസുത, വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും. സ്വദാരവിഭവ, എല്ലാ ഭാര്യ സുഖങ്ങളും സ്വത്തും വിഭവങ്ങളൊക്കെ അനുഭവിക്കുക. അല്ലെങ്കിൽ സുദാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രജ്ഞാസുഖൈ, ബൗദ്ധിക തലത്തിൽ പൂർണ്ണത ലഭിക്കുക. ഈ സുഖങ്ങളെല്ലാം ലഭിക്കും. ബൗദ്ധിക സുഖം, ഫാമിലി സുഖം, നല്ല സന്താന സുഖം, ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും, ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം. ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മൂലം, പുരാട, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വ്യാഴം ധനുരാശിയുടെ അധിപനാണ്, രാശ്യധിപനാണ് ധനുരാശിയുടെ. അപ്രകാരം 4-ാം ഇടം മീനം രാശിയുടെ അധിപനുമാണ് വ്യാഴം. ഈ വ്യാഴം ഇത്രയും കാലം അതിശക്തമായി 7-ാം ഭാവത്തിൽ നിന്നിരുന്നു. വളരെയധികം നന്മകൾ വൃശ്ചിക രാശിക്കാർക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു 49 ദിവസം വ്യാഴം അതിചാരത്തിൽ തൻ്റെ ഉച്ചരാശിയിലേക്ക് പോവുകയാണ് കർക്കിടകത്തിൽ. പക്ഷേ ആ കർക്കിടകം ധനുരാശിക്കാർക്ക് അത്ര നല്ലതാണോ? അവരുടെ 8-ാം ഭാവമാണത്, അവരുടെ അഷ്ടമാധിപനാണ്. പലപ്പോഴും അവിചാരിതമായി ലൈഫിലേക്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോഴായിരിക്കും വൃശ്ചികൻ രാശിക്കാർക്ക് വീട് വിട്ട് പോകേണ്ടി വരിക. ഭാര്യാസുഖം കുറയും, തൻ്റെ വീട്ടിൽ നിന്ന് മാറി അന്യസ്ഥലത്തേക്ക് ജോലിയിലേക്ക് പോകേണ്ടി വരും.
ചിലപ്പോൾ ചില എടുത്തുചാട്ടങ്ങൾ ഫാമിലിയിൽ തർക്കങ്ങളും കലഹങ്ങളൊക്കെ വരും. ആ സമയത്ത് എന്നാൽ പിന്നെ ഭാര്യയെയും കൂട്ടി താനങ്ങ് ഇറങ്ങുകയാണ് എന്നങ്ങ് ചിന്തിക്കും. വളരെ ശ്രദ്ധിക്കണം. ഈ 49 ദിവസം പിടിച്ചു നിൽക്കണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. ചിരന്നോവസൽ പൈതൃകം ചെയ്വ ഗേഹേ, തൻ്റെ പൈതൃകമായ വീട്ടിൽ നിന്നും ഇറങ്ങി വരും. അവിടെ താമസിക്കില്ല. വഴക്കുണ്ടാകും, അമ്മയോട് വഴക്കുണ്ടാകും. കൂട്ടുകുടുംബമാണെങ്കിൽ അമ്മാമന്മാരും അനന്തരവന്മാരും അടങ്ങുന്ന സംഘങ്ങളുമായി അഭിപ്രായ വ്യത്യാസം വന്ന് താനങ്ങ് ഇറങ്ങിപ്പോകും. ശ്രദ്ധിക്കണം. ചിരസ്ഥായിനോ തദ്ഗൃഹം തസ്യ ഗേഹ, തൻ്റെ വീട് പലപ്പോഴും ചിരസ്ഥായിയായി നിൽക്കില്ല. പലപ്പോഴും വീട് നഷ്ടപ്പെടും, വീട് ബാങ്ക് ജപ്തി ചെയ്യപ്പെടാം, അല്ലെങ്കിൽ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ പൂർവികമായ സ്വത്ത്, ഭൂമി ഇത് വിൽക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയുള്ള സമയം ധനുരാശിക്കാർ. എന്തായാലും ഗൃഹനിർമ്മാണ പ്രവർത്തനമല്ല നടക്കുക. തനിക്ക് വേണ്ടാത്ത വീട് അല്ലെങ്കിൽ ഭൂമി ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് വീണ്ടും വ്യാഴം ശക്തമായി ഡിസംബർ 5 മിഥുനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പ്ലാൻ ചെയ്യുക. അതിനിടയിൽ ഈ 49 ദിവസക്കാലം വേണ്ടാത്തതൊക്കെ ഉപേക്ഷിക്കുക, തള്ളുക. എന്നിട്ട് വീണ്ടും നല്ല ഒരു രീതിയിലേക്ക് വളർന്നു വരണം. അതിനാൽ ഇവിടെ പ്രാർത്ഥനകൾ നന്നായി ചെയ്യണം. നിത്യപൂജയുള്ള അമ്പലമാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും പോകണം, അല്ലെങ്കിൽ സംക്രമ ദിവസം അല്ലെങ്കിൽ മലയാളം മാസം 1-ാം തീയതി അവിടെ പോകണം. വിളക്കിലേക്ക് എണ്ണയും തിരിയും അവിടെ ഭഗവാന് സമർപ്പിക്കണം. തുളസിമാല, പാൽപ്പായസം സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് നന്നാക്കിയാൽ ഈ വ്യാഴത്തിനെ നമ്മൾ ഭയപ്പെടേണ്ട. കപജന്യമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ഉറക്കം വളരെ കുറയും. ഉറക്കം കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടും. അപ്പോൾ ഇപ്പോഴേ അതിന് തയ്യാറെടുക്കുക. മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വലിയ നഷ്ടങ്ങൾ വരാം ഈ ഒരു സമയത്ത്. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങുക. നന്ദി, നമസ്കാരം.